everyone, welcome to Disha Academy. ഞാൻ ഐശ്വര്യ. സോ നമ്മുടെ SSC CGL എക്സാമിന് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈ എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ജനറൽ ഫോർമുല ഫോർ ആൽക്കെയിൻസ്? ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n ആണോ, CnH2n plus 2 ആണോ, CnH2n minus 2 ആണോ, അതോ CnH2n minus 4 ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്തേ. ആൽക്കെയിനുകളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഹൈഡ്രോ കാർബൺസിനെ പല കാറ്റഗറി ആയിട്ട് തിരിക്കാമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന 3 ക്ലാസ്സുകളാണ്. ഒന്ന് ആൽക്കെയിൻസ്, രണ്ടാമത്തേത് ആൽക്കീൻസ്, മൂന്നാമത്തേത് ആൽക്കൈൻസ്. ഓക്കെ, ആൽക്കൈൻസ്. അപ്പോ കാർബണുകളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ആൽക്കെയിൻ എന്ന് വിളിക്കും. ഓക്കെ, കാർബൺ ചെയിനിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടെങ്കിൽ, കാർബൺ ചെയിനിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആൽക്കീൻ എന്ന് വിളിക്കും. ഇതേ കാർബൺ ചെയിനിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രിപ്പിൾ ബോണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആൽക്കൈൻ എന്ന് വിളിക്കും, ആൽക്കൈൻ എന്ന് വിളിക്കും. ഓക്കെ, ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല CnH2n plus 2 എന്നുള്ളതാണ്. ആൽക്കീൻസിന്റെ ആണെങ്കിൽ CnH2n എന്നുള്ളതാണ്. ആൽക്കൈൻസിന്റെ ആണെങ്കിൽ CnH2n minus 2 എന്നുള്ളതാണ്. ഓക്കെ, ആൽക്കെയിൻസിന്റെ ഹൈഡ്രോ കാർബൺസിന്റെ നെയിമിങ്ങും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഗ്രൂപ്പുകളുടെ നെയിമിങ്ങും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കെമിസ്ട്രി മെയിൻ എടുത്ത് പഠിക്കാത്ത കുട്ടികൾക്ക് അധികം ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ആണ് ഇത്. അപ്പൊ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, സിംഗിൾ ബോണ്ടുകൾ മാത്രമുള്ള സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കും സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ, കേട്ടോ, സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കും. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണെങ്കിൽ നമ്മൾ അതിനെ അൺസാച്ചുറേറ്റഡ് എന്ന് വിളിക്കും, അൺസാച്ചുറേറ്റഡ് എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് സിംപിളസ്റ്റ് ഹൈഡ്രോ കാർബൺ ഏതാണെന്ന് ചോദിച്ചാൽ, സിംപിളസ്റ്റ് ഹൈഡ്രോ കാർബൺ നിലവിലുള്ളതിന് സിംപിളസ്റ്റ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ സിംപിളസ്റ്റ് ആൽക്കെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് CH4 ആണ്, അല്ലെങ്കിൽ മീഥൈൻ. സിംപിളസ്റ്റ് ആയിട്ടുള്ള ആൽക്കെയിൻ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽക്കെയിൻ എന്താണ്? മീഥൈൻ ആണ്, CH4 ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: The process of converting vegetable oil into solid fat or margarine is called as. നമ്മൾ വെജിറ്റബിൾ ഓയിലിനെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വനസ്പതി എന്നൊക്കെ പറയില്ലേ, വനസ്പതി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേര് സോപ്പോണിഫിക്കേഷൻ ആണോ, ഹൈഡ്രജനേഷൻ ആണോ, പോളിമറൈസേഷൻ ആണോ, എസ്റ്ററിഫിക്കേഷൻ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വെജിറ്റബിൾ ഓയിൽ ഇൻടു സോളിഡ് ഫാറ്റ്. വെജിറ്റബിൾ ഓയിലിനെ സോളിഡ് ഫാറ്റ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേര് എന്താണ്? വെജിറ്റബിൾ ഓയിലിനെ സോളിഡ് ഫാറ്റ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹൈഡ്രജനേഷൻ. ഹൈഡ്രജനേഷൻ. ഓക്കെ, അപ്പൊ ഹൈഡ്രജനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ബേസിക്കലി അൺസാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, അതായത് വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ആണ്. ഈ ഹൈഡ്രോ കാർബൺ അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡബിൾ ട്രിപ്പിൾ ബോണ്ട്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ സി സിംഗിൾ ബോണ്ട്, സി ഡബിൾ ബോണ്ട്, സി സിംഗിൾ ബോണ്ട്, സി ട്രിപ്പിൾ ബോണ്ട്, സി ഇങ്ങനെയുള്ള സ്ട്രക്ചർ. ഇതിനിടയിൽ ഹൈഡ്രജൻ വരും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഇവിടുത്തെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യും. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് നടക്കാൻ വേണ്ടി നമ്മൾ ചില കാറ്റലിസ്റ്റുകളെ ഉപയോഗിക്കും. ഈ പ്രോസസ്സ് നടക്കാൻ വേണ്ടി നമ്മൾ ചില കാറ്റലിസ്റ്റുകളെ ഉപയോഗിക്കും. അപ്പൊ ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ പല്ലേഡിയം ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലാറ്റിനം ആയിരിക്കാം. നിക്കല്, പല്ലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ, നിക്കല്, പല്ലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടുകളിലേക്ക് ഹൈഡ്രജൻ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ സാച്ചുറേറ്റഡ് ആയിട്ട് മാറ്റും. അപ്പൊ ഈ അൺസാച്ചുറേറ്റഡ് വെച്ച് നോക്കുമ്പോൾ
സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് റൂം ടെമ്പറേച്ചറിൽ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് അതിനെ ഓയിലിനെ എന്തായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും, വനസ്പതി ആയിട്ട് അല്ലെങ്കിൽ മാർജറിൻ ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈഡ്രജനേഷൻ, ഹൈഡ്രജൻ ആഡ് ചെയ്യാണ് ഹൈഡ്രജനേഷൻ എന്ന് പറയുക. അതിന്റെ ഒരു ജനറൽ ഫോർമുല നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് RCH ഓക്കെ. ഈ R എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ്. ഇവിടെ ഇപ്പുറത്തേക്ക് CH2 CH3 അങ്ങനെ ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും വരാം. ഇവിടുത്തെ R' അവിടെയും ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും വരാം. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെയുള്ള അൺസാച്ചുറേറ്റഡ് ബോണ്ടിനെയാണ്, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള ഈ ഡബിൾ ബോണ്ടിനെയാണ്. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ഡബിൾ ബോണ്ടിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഈ ഡബിൾ ബോണ്ടിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. എന്തിന്റെ പ്രസൻസിൽ? കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. ഡബിൾ ബോണ്ടിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. സോ ദാറ്റ് എന്ത് സംഭവിക്കും, ഇവിടെ നമുക്ക് കാണാൻ പറ്റും CH ഡബിൾ ബോണ്ട് CH ആണ്. ഇതിനകത്തെ ഒരു ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. ഓക്കെ, ഇതിനകത്ത് ഒരു ബോണ്ട് ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ട് H2 ഹൈഡ്രജൻ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇപ്പുറത്തോട്ട് പോയി ഇവിടെ H2 ആവും. ഇവിടുത്തെ ഒരു ഹൈഡ്രജനും ഈ H2 രണ്ട് ഹൈഡ്രജനിൽ ഒരെണ്ണം അപ്പുറത്തെ കാർബണിലും ആഡ് ചെയ്യും, ഒരെണ്ണം ഇപ്പുറത്തെ കാർബണിലും ആഡ് ചെയ്യും. സോ നമുക്ക് RCH2CH2 R' എന്നുള്ള ഫോമിലേക്ക് കിട്ടും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഡ്രജനേഷൻ പ്രോസസ്സ്, ഹൈഡ്രജനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ SSC എക്സാമിന് വേണ്ടിയിട്ട്, ഇപ്പോൾ എക്സാം അല്ല, ഇനി വരുന്ന ഇയേഴ്സിൽ വരുന്ന SSC എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SSCയുടെ ഒരു കംപ്ലീറ്റ് കോഴ്സ് ഇപ്പോൾ ദിശ അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഓഫ്ലൈനിൻ്റെ ഒരു കംപ്ലീറ്റ് ഫീൽ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് കോഴ്സാണിത്. പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ വീട്ടിലേക്ക് അയച്ചു തരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആഡഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു കോഴ്സാണിത്. അപ്പോൾ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ 8075753676 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. 8075753676 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല നമ്മുടെ ഓണമൊക്കെ വരും അല്ലേ, അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ചിട്ട് ഈ കോഴ്സിന് നമുക്ക് ഒരു 20% റിഡക്ഷൻ ഉണ്ടായിരിക്കും കോഴ്സിന്റെ ഫീസിൽ. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയൊരു ഫീസിന്, കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു ഫീസിന് ഈ കോഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. പേഴ്സണൽ മെന്റർഷിപ്പും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ടെക്സ്റ്റ് ബുക്കുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ കൂടി ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണിത്. ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കാര്യം കൂടെ പറയാം, SSC മാത്രമല്ല റെയിൽവേക്കും ബാങ്കിങ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് റെയിൽവേ ബാച്ചും അതുപോലെ തന്നെ ബാങ്കിങ് ബാച്ചും ഇതേ ഫീച്ചേഴ്സോട് കൂടി ടെക്സ്റ്റ് ബുക്കും പേഴ്സണൽ മെന്റർഷിപ്പോടും കൂടിയ കോഴ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് എക്സാം ആണെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ആൽക്കഹോൾ? ആൽക്കഹോൾ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ്? CHO ആണോ, COOH ആണോ, OH ആണോ, CO ആണോ? ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ്? ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ്? പറഞ്ഞ ഏതാണ് നമ്മുടെ ആൽക്കഹോൾ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്? ആൽക്കഹോൾ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൽക്കഹോൾ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, OH ആൽക്കഹോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നോക്കാം. ആൽക്കഹോൾ OH ആണ് കേട്ടോ. നമ്മളെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നും പറയാറുണ്ട്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് OH ആണ്. അടുത്ത കാർബണൈൽ ഫാമിലിയിൽ വരുന്ന 3 ആൾക്കാരുണ്ട്. കാർബണൈൽ ഫാമിലിയിൽ വരുന്ന 3 ആൾക്കാർ. ആദ്യത്തേത് ആൽഡിഹൈഡ് ആണ്, ആൽഡിഹൈഡ് CHO. കാർബണൈൽ ഫാമിലിയിൽ വരുന്ന ആദ്യത്തെ ആളാണ് ആൽഡിഹൈഡ് CHO. രണ്ടാമത്തെ ആളാണ് കീറ്റോൺ CO, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും കേട്ടോ, കീറ്റോൺ. ആൽഡിഹൈഡ്, രണ്ടാമത്തേത് കീറ്റോൺ, മൂന്നാമത്തേത് കാർബണൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമുക്ക് പറയാം കാർബോക്സിലിക് ആസിഡുകൾ വരുന്ന ഗ്രൂപ്പ്. കാർബോക്സിലിക് ആസിഡുകൾ വരുന്ന മൂന്നാമത്തെ കാർബണൈൽ ഗ്രൂപ്പ് നമ്മൾ COOH എന്ന് വിളിക്കും. COOH.
അപ്പൊ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കഹോൾ വരുന്ന ഫാമിലി, ആൽക്കഹോൾ ഫാമിലിയാണ് OH വരും. കാർബണൈൽ ഫാമിലിക്കകത്ത് 3 പേര് വരും, ആൽഡിഹൈഡ്, കീറ്റോൺ, ആസിഡ്. ആൽഡിഹൈഡ് CHO, കീറ്റോൺ CO, ആസിഡ് COOH. അടുത്തത് എസ്റ്റർ ആണ്. എസ്റ്റർ എന്ന് പറയുന്നത് COOR വരും, അതായത് COO വരും. ഈ R എന്ന് പറയുന്നത് വല്ല CH3 ഓ CH4 ഓ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്. ഓക്കെ, അങ്ങനെ ഒരു കാർബൺ, ഒരു ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പ് ആയിരിക്കും ആറിന്റെ സ്ഥാനത്ത് വരിക. അതിനെ നമ്മൾ എസ്റ്റർ എന്ന് വിളിക്കും. എസ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം എന്താ പറയാ, ഫ്രൂട്ടിന്റെ സ്മെല്ലൊക്കെ വരുന്നത്, ഫ്രൂട്ടി സ്മെല്ല് വരുന്നത് ഏത് ഗ്രൂപ്പിനാണെന്ന് ചോദിച്ചാൽ എസ്റ്റർ ഗ്രൂപ്പിനാണ് വരുന്നത്. ഓക്കെ, ഫ്രൂട്ടി സ്മെല്ല്. അടുത്തത് ഈതർ. ഈതർ എന്ന് പറയുന്നത് O മാത്രം വരുന്ന ഒരു ഗ്രൂപ്പാണ്. O. ഇതിനപ്പുറത്തേക്ക് 6 ഗ്രൂപ്പുകൾ വരും, 6 ഡാഷ് വരും. അതായത് ഇപ്പോ CH3, CH2, O, CH3 ഇങ്ങനെ വരും കേട്ടോ. ഇതിനെയാണ് നമ്മൾ ഈതർ ഗ്രൂപ്പ് എന്ന് പറയാം, ഈതർ ഗ്രൂപ്പ്. അടുത്തത് അമീൻ ആണ്. അമീൻ എന്ന് പറയുന്നത് NH2 ഗ്രൂപ്പാണ്. NH2 ഗ്രൂപ്പിനെയാണ് നമ്മൾ അമീൻ എന്ന് വിളിക്കുക. അടുത്ത അമൈഡ് എന്ന് പറയുന്നത് CONH2 ഗ്രൂപ്പാണ്. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ആണ്, ആൽക്കഹോൾ ആണ്. രണ്ടാമത്തേത് കാർബണൈൽ ഗ്രൂപ്പ്, ആൽഡിഹൈഡ് വരും CHO, കീറ്റോൺ വരും CO, കാർബോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് വരും COOH. അടുത്ത എസ്റ്റർ COOR. നമ്മൾ പറഞ്ഞു ഫ്രൂട്ടി സ്മെൽ അല്ലെങ്കിൽ സ്വീറ്റ് സ്മെൽ എന്നൊക്കെ പറയും, എസ്റ്റർ ആണ്. പിന്നെ ഈതർ എന്ന് പറയുന്നത് O എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോ കാർബൺസിന്റെ ഇടയിൽ വരികയാണ് ചെയ്യുക. പിന്നെ അമീൻ NH2 ആണ്. അമൈഡ് CONH2 ആണ്, COMH2 ആണ്. അതിന്റെ എല്ലാ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എത്തനോൾ ആണെങ്കിൽ C2H5OH, ഫോർമാൽഡിഹൈഡ് HCHO, സിംപിളസ്റ്റ് ആയിട്ടുള്ള ഇത് നമ്മുടെ ആൽഡിഹൈഡ് ആണ്, ഫോർമാൽഡിഹൈഡ് HCHO. നമുക്കറിയാം അല്ലെ, ആരെങ്കിലും മരിച്ചു പോയാലും അല്ലെങ്കിൽ ഇങ്ങനെ ആനിമൽസിനെയൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. പിന്നെ അസറ്റോൺ CH3COCH3, അസറ്റോൺ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അസറ്റോൺ CH3COCH3. അസറ്റിക് ആസിഡ് CH3COOH, അസറ്റിക് ആസിഡ് CH3COOH. പിന്നെ ഈഥൈൽ അസറ്റേറ്റ് CH3COOC2H5. ഡൈ ഈഥൈൽ ഈതർ, രണ്ട് സൈഡിലും ഈഥൈൽ ഗ്രൂപ്പ് വരും, C2H5O C2H5. മിഥൈൽ അമീൻ, മിഥൈൽ ഗ്രൂപ്പ് NH2. CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് CH3 വരും, ആ ഹൈഡ്രജന് പകരം NH2 വരും. ഇതാണ് മിഥൈൽ അമീൻ. പിന്നെ അസറ്റമൈഡ് എന്ന് പറയുമ്പോൾ CH3CONH2 ആണ്, CH3CONH2 ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. ഇവരുടെയൊക്കെ പേരും ഫോർമുലയും കൂടെ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ IUPAC നെയിം ഓഫ് CH3CH2OH. IUPAC നെയിം ഓഫ് CH3CH2OH എന്താണ്? മീത്തേൻ ആണോ, ഈത്തേൻ ആണോ, മെത്തനോൾ ആണോ, എത്തനോൾ ആണോ? IUPAC നെയിം ഓഫ് CH3CH2OH. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഈ ANE എന്ന് പറയുമ്പോൾ അത് ആൽക്കെയിൻസിന്റെ പേരിന്റെ അവസാനം വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതെന്തായാലും OH ഗ്രൂപ്പ് കണ്ടു. അപ്പൊ ഇത് ആൽക്കെയിൻ അല്ല, ഇത് ബേസിക്കലി ഒരു ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ആണെങ്കിൽ പേരിന്റെ കൂടെ വരുന്നത് OL എന്നാണ്. ആൽക്കഹോൾ ആണെങ്കിൽ ഓൾ എന്നുള്ള ടേം OL ആണ് നമ്മൾ കൂട്ടുക. പിന്നെ കാർബണിന്റെ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന്റെ പേര് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ഇപ്പൊ ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആണെങ്കിൽ പെന്റ്. ഇങ്ങനെ നമ്പർ ഓഫ് കാർബൺസ് അനുസരിച്ചിട്ട് നമ്മൾ ആ പാരന്റ് നെയിം നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പൊ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൊണ്ണ്, ഡെക്ക്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്,
ഒക്ട്, നൊണ്, ഡെക്ക്. ഈ രീതിയിലായിരിക്കും നമ്മൾ നെയിംസ് ഇടുക. അപ്പൊ ഇവിടെ നമുക്ക് കാണാം 2 കാർബണേ ഉള്ളൂ. അപ്പൊ എത്ത് എന്ന് പറയുന്ന ടേം ആണ് വരുന്നത്. എത്ത് എന്ന് പറയുന്ന ടേം ആണ് വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര്, ഈ ആൽക്കഹോളിന്റെ പേര് എന്തായിരിക്കും? എത്തനോൾ. എത്തനോൾ. ഓക്കെ, എത്തനോൾ. എത്തനോൾ. ഓക്കെ, എത്തനോൾ ആണ് പേര്. നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അങ്ങനെ ഒരു ഓർഗാനിക് കെമിസ്ട്രി ക്ലാസ് എടുക്കാം. ഇപ്പൊ എക്സാമിന്റെ അവസാന ഭാഗം ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഏരിയയും ഒന്ന് റിവിഷൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ ഏരിയയും നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടാനാണ് എല്ലാ ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് വേണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിനെഗർ ഈസ് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ്. വിനെഗർ എന്ന് പറയുന്നത് എന്തിന്റെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ്? ഓക്കെ, ഫോമിക് ആസിഡ് ആണോ, അസറ്റിക് ആസിഡ് ആണോ, ബ്യൂട്ടനോയിക് ആസിഡ് ആണോ, പ്രൊപ്പനോയിക് ആസിഡ് ആണോ? വിനെഗർ ഈസ് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ്. വിനെഗർ എന്തിന്റെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ്? വിനെഗർ എന്തിന്റെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വിനെഗർ എന്തിന്റെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ്? ഫോമിക് ആസിഡ് ആണോ, അസറ്റിക് ആസിഡ് ആണോ, ബ്യൂട്ടനോയിക് ആസിഡ് ആണോ, പ്രൊപ്പനോയിക് ആസിഡ് ആണോ? അപ്പൊ ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്. കണ്ട ഈ ഓയിക് ആസിഡ്, OIC, ഓയിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച COOH ഗ്രൂപ്പ് വരുമ്പോൾ ഇടുന്ന പേരാണ്. COOH ഗ്രൂപ്പ് വരുമ്പോൾ ഇടുന്ന പേരാണ് കേട്ടോ. ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രൊപ്പനോയിക് ആസിഡ്, പ്രൊപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാർബണുള്ള സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ എങ്ങനെ ഇരിക്കും? CH3, CH2, COOH, പ്രൊപ്പനോയിക് ആസിഡ്. ബ്യൂട്ടനോയിക് ആസിഡ് ആണെങ്കിലോ 4 കാർബണുള്ള സിസ്റ്റം ആയിരിക്കും ബ്യൂട്ടൻ. അപ്പം CH3, CH2, CH2, COOH, 4 കാർബണുള്ള സിസ്റ്റം ബ്യൂട്ടനോയിക് ആസിഡ്. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചേഴ്സ് എഴുതേണ്ടത്. ഒബിയസ്ലി നമുക്ക് കുറച്ച് പ്രാക്ടീസ് ആവശ്യമുണ്ട്. നിങ്ങൾ സ്കൂളിലൊക്കെ സയൻസ് പഠിച്ചു, +2 വരെ സയൻസ് പഠിച്ചവരാണെങ്കിൽ മനസ്സിലാവാൻ എളുപ്പമായിരിക്കും. അല്ലാത്തവര് മേ ബി കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസിഡ്സും അവരുടെ കെമിക്കൽ ഫോർമുലാസും ഒക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇനി ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫോമിക് ആസിഡ് കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോമിക് ആസിഡ്. അതിന്റെ IUPAC നെയിം എന്ന് പറയുന്നത് മെത്തനോയിക് ആസിഡ് എന്നാണ്. ഫോമിക് ആസിഡിന്റെ IUPAC നെയിം എന്ന് പറയുന്നത് മെത്തനോയിക് ആസിഡ് എന്നാണ്. മെത്തനോയിക് ആസിഡ്. ഈ മെത്തനോയിക് ആസിഡിന്റെ ഫോർമുല HCOH ആണ്. ഒറ്റ കാർബണുള്ള സിസ്റ്റം HCOH. ഓക്കെ, അപ്പൊ നമ്മുടെ ഉറുമ്പൊക്കെ കടിക്കുമ്പോൾ നമുക്ക് നീറാനുള്ള കാരണം അതിനകത്തുള്ള ഫോമിക് ആസിഡ് നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്തത് അസറ്റിക് ആസിഡ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിന് നമ്മൾ IUPAC, അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ് ഒക്കെ കോമൺ നെയിം ആണ്. IUPAC സിസ്റ്റം അനുസരിച്ചുള്ള അസറ്റിക് ആസിഡിന്റെ നെയിം എത്തനോയിക് ആസിഡ് എന്നാണ്. എത്തനോയിക് ആസിഡ്. ഓക്കെ, ഈ എത്തനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ 2 കാർബൺ കാണും അല്ലേ. അപ്പൊ CH3, COOH, എത്തനോയിക് ആസിഡ്. വിനെഗറിൽ വരുന്നത് എത്തനോയിക് ആസിഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. പിന്നെ പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മളിത് കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് പ്രൊപ്പനോയിക് ആസിഡ് ആണ്. പ്രൊപ്പനോയിക് ആസിഡ്. ഓക്കെ, കോമൺ നെയിം പ്രൊപ്പിയോണിക് ആസിഡ്. IUPAC നെയിം ആണെങ്കിൽ പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് ഇതാണ് കോമൺ നെയിം. അപ്പോ CH3, CH2, COOH. പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3 കാർബണുള്ള സിസ്റ്റം ആണ്. CH3, CH2, COOH എന്ന് വരും. ഇതും എഗൈൻ ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ബ്യൂട്ടൈറിക് ആസിഡ് ആണ്. ബ്യൂട്ടൈറിക് ആസിഡ്. ബ്യൂട്ടൈറിക് ആസിഡ് IUPAC നെയിം ബ്യൂട്ടനോയിക് ആസിഡ് എന്നാണ്. ബ്യൂട്ടനോയിക് ആസിഡ്. ബ്യൂട്ടൈറിക് ആസിഡ് അല്ലെങ്കിൽ ബ്യൂട്ടനോയിക് ആസിഡ്. ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർബണുള്ള സിസ്റ്റം ആണ്. അപ്പോൾ CH3, CH2, CH2, COOH. CH3, CH2, CH2, COOH, ബ്യൂട്ടനോയിക് ആസിഡ്.
ഇത് റാൻസിഡ് ആയിട്ടുള്ള ബട്ടറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സിസ്റ്റമാണ്. റാൻസിഡ് ആയിട്ടുള്ള ബട്ടറൊക്കെ. റാൻസിഡ് എന്ന് പറയുമ്പോൾ അതും ചോദിക്കാറുണ്ട്. റാൻസിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന്. റാൻസിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഫുഡിലൊക്കെ ഉള്ള ഹൈഡ്രോ കാർബൺസ് ഓക്സിഡൈസ് ആയി പോകുന്ന ഒരു കേസാണ്. അതായത് ഈ ഭക്ഷണം കാറിപ്പോവുക എന്നൊക്കെ പറയും. ചിലപ്പോൾ ചിപ്സ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ ചീത്തയായതുപോലെ നമുക്ക് തോന്നില്ലേ, കുറച്ച് ദിവസം വെച്ചത്. ആ ഒരു പ്രോസസ്സിനെയാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. ഫുഡ് ചീത്തയാവുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് റാൻസിഡിറ്റി ആണ്. റാൻസിഡിറ്റി ഫുഡ് ചീത്തയാവുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ കോമ്പണന്റ് ഓഫ് നാച്ചുറൽ ഗ്യാസ്? നാച്ചുറൽ ഗ്യാസിന്റെ മെയിൻ കോമ്പണന്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ കോമ്പണന്റ് ഓഫ് നാച്ചുറൽ ഗ്യാസ്? നാച്ചുറൽ ഗ്യാസിന്റെ മെയിൻ കോമ്പണന്റ് എന്താണ്? നാച്ചുറൽ ഗ്യാസിന്റെ മെയിൻ കോമ്പണന്റ് എന്താണ്? പറഞ്ഞ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ കോമ്പണന്റ് ഓഫ് നാച്ചുറൽ ഗ്യാസ്? ബ്യൂട്ടേൻ ആണോ, പ്രൊപ്പേൻ ആണോ, മീത്തേൻ ആണോ, അതോ ഈത്തേൻ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ബ്യൂട്ടേൻ, പ്രൊപ്പേൻ, മീത്തേൻ, ഈത്തേൻ ഇതിന്റെ നാലിന്റെയും സ്ട്രക്ചർ ഒന്ന് നോക്കാം. എത്ര കാർബൺ ആയിരിക്കും നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി. ഇപ്പൊ മീതേൻ എടുക്കുകയാണ്. മീതേൻ എന്ന് പറയുമ്പോൾ CH4 മെത്ത് വരും. മെത്ത് എ, മെത്തേൻ, മീതേൻ, CH4. അടുത്ത് ഈത്തേൻ ആണെങ്കിലോ CH3 ഈത്തേൻ, എത്ത് എ, ഈത്തേൻ. അടുത്ത് CH3 CH2 CH3 എന്താണ്? പ്രൊപ്പേൻ, പ്രൊപ്പേൻ. അടുത്ത് CH3 CH2 CH3 എന്താണ്? ബ്യൂട്ടേൻ. അപ്പൊ പെന്റേന്റെ സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പെന്റേനിൽ 5 കാർബൺ ആറ്റം അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? CH3 CH2 CH3 അല്ലെ? 1 2 3 4 5 5 കാർബൺ. അപ്പൊ നമുക്കിത് പെന്റേൻ എന്ന് എഴുതാം. പെന്റേൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസിന്റെ സ്ട്രക്ചർ എഴുതുന്നത്. നമ്മളോട് ചോദിച്ചത് എന്താണ്? നാച്ചുറൽ ഗ്യാസിന്റെ മെയിൻ കോമ്പണന്റ് ആണ്. നാച്ചുറൽ ഗ്യാസിന്റെ ഒരു 80-85% മീത്തേൻ ആണ്, അല്ലെങ്കിൽ CH4 ആണ്. CH4. അതുപോലെ തന്നെ ബയോഗ്യാസിന്റെ മെയിൻ കോമ്പണന്റ് എന്താണ്? ഗോബർ ഗ്യാസിന്റെ മെയിൻ കോമ്പണന്റ് എന്താണ്? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ആൻസർ വരുന്നത് മീതേൻ തന്നെയാണ്. അതിന്റെ എല്ലാം ആൻസർ മീതേൻ തന്നെയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. A saturated hydrocarbons contain only double bond, triple bond, single bond, double and triple bond. ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ എത്ര ഡബിൾ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ എത്ര ബോണ്ടുകൾ ഉണ്ട്? ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ എത്ര ബോണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ, സിംഗിൾ ബോണ്ടുകളാണോ, അതോ ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടുകളും ഉണ്ടാവുമോ? ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് സിംഗിൾ ബോണ്ടുകൾ മാത്രമേ കാണാൻ പറ്റൂ. ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ നമുക്ക് സിംഗിൾ ബോണ്ടുകൾ മാത്രമേ കാണാൻ പറ്റൂ. അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അതിനെ അൺസാച്ചുറേറ്റഡ് എന്നാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CH2 CH3 ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ പോലും ഇതിൽ നോക്കിയ 1 2 ഓക്കെ, നമുക്കിവിടെ സിംഗിൾ ബോണ്ടുകൾ കാണാൻ പറ്റും. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇതിനെ എന്ത് വിളിക്കേണ്ടി വരും? അൺസാച്ചുറേറ്റഡ് എന്ന് വിളിക്കണം. ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ട്. ഇല്ല, അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് തന്നെ വിളിക്കണം? സാച്ചുറേറ്റഡ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു സ്ട്രക്ചറിൽ എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്? ഐ മീൻ ഓക്കെ, വേറൊരു സ്ട്രക്ചർ വരയ്ക്കാം. കുറച്ചുകൂടി എളുപ്പമുള്ള ഒരെണ്ണം വരയ്ക്കാം. ഈ സ്ട്രക്ചറിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്,
എത്ര പൈ ബോണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ സ്ട്രക്ചറിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ എത്ര പൈ ബോണ്ട് ഉണ്ട്? പെട്ടെന്ന് പറഞ്ഞ ഈ സ്ട്രക്ചറിൽ എത്ര സിഗ്മ ബോണ്ടുകൾ ഉണ്ട്, അതുപോലെ തന്നെ എത്ര പൈ ബോണ്ടുകൾ ഉണ്ട്? ഇതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ തെറ്റിപ്പോകും. അപ്പൊ ആദ്യം സിഗ്മ ബോണ്ടും പൈ ബോണ്ടും എന്താന്ന് പറയാം. ഇപ്പൊ 2 കാർബണിന്റെ ഇടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഉള്ളപ്പോൾ നമ്മൾ അതിനെ സിഗ്മ ബോണ്ട് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഒരു ഡബിൾ ബോണ്ട് കൂടെ ആഡ് ആയി കഴിഞ്ഞാൽ എപ്പോഴും 2 കാർബണിന്റെ ഇടയിൽ വരുന്ന ആദ്യത്തെ ബോണ്ട് സിഗ്മ ബോണ്ട് ആണ്. 2 കാർബണിന്റെ ഇടയിൽ വരുന്ന ഫസ്റ്റ് ബോണ്ട് സിഗ്മ ബോണ്ട് ആണ്. ഒരു ഡബിൾ ബോണ്ട് വന്നാൽ നമുക്ക് പറയാം ഒരു സിഗ്മ ബോണ്ട് ഉണ്ട്, അതിന്റെ കൂടെ അഡീഷണലി ആര് വന്നു? അഡീഷണലി അതിന്റെ കൂടെ ഒരു പൈ ബോണ്ട് വന്നു. ഒരു പൈ ബോണ്ട് വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു ട്രിപ്പിൾ ബോണ്ട് വന്നെന്ന് വിചാരിച്ചാൽ അടുത്തൊരു ബോണ്ട്, അപ്പോഴും എന്താണ്? അവിടെയും അഡീഷണലി ഒരു പൈ ബോണ്ട് വന്നു. അപ്പോ 2 കാർബണിന്റെ ഇടയിൽ സിംഗിൾ ആറ്റം ആണ്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ സിഗ്മ ബോണ്ട് എന്ന് വിളിക്കും. 2 കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ ഒരു സിഗ്മ ബോണ്ടും ഉണ്ട്, ഒരു പൈ ബോണ്ടും ഉണ്ട്. 2 കാർബണിന്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതിനൊരു സിഗ്മ ബോണ്ടും ഉണ്ട്, 2 പൈ ബോണ്ടും ഉണ്ട്. അപ്പൊ എപ്പോഴും ഉണ്ടാവുന്ന ഫസ്റ്റ് ബോണ്ട് സിഗ്മ ബോണ്ട് ആണ്, അതിനുശേഷം ഉണ്ടാവുന്ന എല്ലാ ബോണ്ടുകളും പൈ ബോണ്ടുകളാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് എണ്ണാൻ പറ്റില്ല. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു എലാബറേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വരയ്ക്കണം. അതായത് ഒരു കാർബൺ, ഈ കാർബൺ 2 ഹൈഡ്രജൻസുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ, CH2. അത് കഴിഞ്ഞ് കാർബണിന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. എപ്പോഴും ഒരു കാർബണിന്റെ ചുറ്റും 4 ബോണ്ടുകളായിരിക്കും കാണുക, അതാണ് ബേസിക് ആയിട്ട് വെക്കേണ്ടത്. അത് കഴിഞ്ഞ് കാർബൺ, ഈ കാർബൺ ഒരു ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നു. അടുത്ത കാർബൺ, ഈ കാർബൺ 3 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നു അല്ലെ, ഇതല്ലേ സ്ട്രക്ചർ. ഈ സാധനത്തിനെ നമ്മൾ ബോണ്ടുകൾ കൃത്യമായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടുക അല്ലെ, CH2 CH2 CH CH CH3 CH3 ഇങ്ങനെയല്ലേ കിട്ടുക അല്ലെ. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമ്മൾ അടുത്ത് എണ്ണാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്ന് എങ്ങനെ എണ്ണും നമ്മൾ? ഒരു കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഇടയിലുള്ള ബോണ്ട് സിഗ്മ ബോണ്ട്, ഇത് സിഗ്മ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പൊ ഒരു സിഗ്മ ബോണ്ട് ഉണ്ട്, ഒരു പൈ ബോണ്ട് ഉണ്ട്. ഇവിടെ സിഗ്മ 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 എല്ലാ സിഗ്മ ബോണ്ടുകൾ. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? 1 2 3 4 5 6 7 8 8 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആണ് നമുക്കുള്ളത്. 8 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ നല്ലതായിരിക്കും. ബെൻസീൻ, ബെൻസീൻ എന്ന് പറയുമ്പോൾ C6H6. അപ്പൊ ബെൻസീനൊക്കെ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ടെന്നൊക്കെ നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. ബെൻസീനിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: The polymer used for making non-stick cookware is. Non-stick cookware ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോളിമർ എന്താണ്? നോൺ-സ്റ്റിക്ക് കുക്ക്വെയറുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോളിമർ, നോൺ-സ്റ്റിക്ക് കുക്ക്വെയറുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ആദ്യം PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ട്. PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ബേക്കലൈറ്റ് ഉണ്ട്, ബേക്കലൈറ്റ്. പിന്നെ ടെഫ്ലോൺ ഉണ്ട്. പിന്നെ പോളി എഥിലീൻ, നമ്മൾ പോളിത്തീൻ എന്ന് പറയും, പോളിത്തീൻ ഉണ്ട്. ഇതിൽ എന്താണ് നമ്മൾ നോൺ സ്റ്റിക്ക് കുക്ക്വെയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോൺ സ്റ്റിക്ക് കുക്ക്വെയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ ആണ് കേട്ടോ. നോൺ സ്റ്റിക്ക് കുക്ക്വെയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ ആണ്. ടെഫ്ലോൺ, ടെഫ്ലോൺ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിം ആണ്. എന്തിന്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളി ടെട്രാ ഫ്ലൂറോ എഥിലീനിന്റെ, പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ അല്ലെങ്കിൽ ടെഫ്ലോൺ, പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ അല്ലെങ്കിൽ ടെഫ്ലോൺ, പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ അല്ലെങ്കിൽ ടെഫ്ലോൺ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക് പാനുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ കവറിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പോളിമർ ആണ്.
അപ്പോൾ അതിന്റെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഫോർമുല C2H4 എന്നുള്ളതാണ്, അതിന്റെ മോണോമർ യൂണിറ്റിന്റെ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനെ നമ്മൾ എന്താ പറയാ, ഒരു നോൺ സ്റ്റിക് പാനൽ ഉപയോഗിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഇത് നോൺ റിയാക്റ്റീവ് ആണെന്നുള്ളതാണ്. ഓക്കെ, ഈ കാർബണിനെയും ഫ്ലൂറിൻ ആറ്റംസിന്റെ ഒക്കെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ബേസിക്കലി കെമിക്കലി ഇനേർട്ട് ആണ്. അതായത് മോശമായിട്ടുള്ള റിയാക്ഷൻസ് ഒന്നും അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുകയോ ഫുഡുമായിട്ട് റിയാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. സോ മോസ്റ്റ് ഓഫ് ദ കെമിക്കൽസ് അല്ലെങ്കിൽ ഫുഡുമായിട്ട് ഇത് റിയാക്ട് ചെയ്യത്തില്ല. ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. ഒരു 200-300 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ആണ്. ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് ഹൈ ടെമ്പറേച്ചേഴ്സ് ഇതിന് സഹിക്കാൻ പറ്റും. സോ കുക്കിങ്ങിന് ഇത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഓർക്കുക, ടെഫ്ലോൺ അല്ലെങ്കിൽ പോളി ടെട്രാഫ്ലൂറോ എത്തിലീൻ ആണ് നമ്മൾ ഇതിന് ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ എന്താ പറയുക നോൺ സ്റ്റിക് കുക്ക് വെയറിലെ കുക്കിംഗ് ആ ഒരു കോട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് PVC അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ്. PVC അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, അപ്പം വിനൈൽ ക്ലോറൈഡ് ആണ് ഇതിന്റെ മോണോമർ യൂണിറ്റ്. പോളിമർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊച്ചു കൊച്ചു യൂണിറ്റുകൾ ഒന്നിച്ച് ചേർത്ത് വെച്ച് ഒരു വലിയ യൂണിറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, പോളിമർ എന്ന് പറയും. പോളിമർ ഉണ്ടാക്കുക, നമ്മൾ ആ പ്രോസസ്സിനെ മോണോമേഴ്സ് ഒന്നിച്ച് ചേർത്ത്, ഈ കൊച്ചു കൊച്ചു കുറേ യൂണിറ്റുകൾ ഒന്നിച്ച് ചേർത്ത് ഇങ്ങനെ പോളിമർ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയും. പോളിമറൈസേഷൻ എന്ന് പറയും. പോളിമർ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞപ്പോൾ കുറെ ചുടുകല്ലുകൾ അടുക്കിയിട്ടേക്കുക എന്ന് വിചാരിച്ചോ. ഇഷ്ടിക കുറെ ചുടുകല്ല് അടുക്കിയിട്ടേക്കുകയാണെങ്കിൽ അത് കുറെ മോണോമേഴ്സ് ആണ്. അതിനെ അടുക്കി വെച്ച് നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ അതൊരു പോളിമറായി. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരുപാട് മോണോമേഴ്സ് കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഒരു പോളിമർ ഉണ്ടാക്കുന്നത്. അങ്ങനെ മോണോമേഴ്സ് കൂട്ടി വെച്ച് പോളിമർ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പോളിമറൈസേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ PVC അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ് CH2CHCl. ഓക്കെ, CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് പറയുന്നതാണ് പോളി വിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ ആയിട്ട് വരുന്ന വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന യൂണിറ്റ്. പൈപ്പ് വയേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കും. പിന്നെ ബേക്കലൈറ്റ് ഉണ്ടാക്കുന്ന മോണോമേഴ്സ് എന്ന് പറയുന്നത് ഫീനോളും ഫോർമാൽഡിഹൈഡും ആണ്. ഫീനോളും ഫോർമാൽഡിഹൈഡും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേക്കലൈറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ സ്വിച്ചുകൾ, ഹാൻഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബേക്കലൈറ്റ് ആണ്. പിന്നെ പോളിയെത്തിലിൻ ഉണ്ടാക്കാനുള്ള നമ്മുടെ മോണോമർ എന്ന് പറയുന്നത് എത്തീൻ ആണ്. CH2 ഡബിൾ ബോണ്ട് CH2 എത്തീൻ ആണ്. ഇപ്പൊ പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ്, കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോളിത്തീൻ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ പോളിമേഴ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോളിമേഴ്സും അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്ന ബേസിക് മോണോമേഴ്സും പഠിച്ചു വെക്കുന്നതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the process by which a large number of simple molecules or monomers join together to form a very large molecule? Okay, കുറച്ച് സിമ്പിൾ മോളിക്യൂൾസ് ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് ഒരു ലാർജ് മോളിക്യൂൾ ഉണ്ടാവുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഐസോമറൈസേഷൻ ആണോ, ഹൈഡ്രജനേഷൻ ആണോ, പോളിമറൈസേഷൻ ആണോ, അതോ ക്രാക്കിംഗ് ആണോ? ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. കുറച്ച് മോണോമേഴ്സ് ഒന്നിച്ചു ചേർന്ന് ഒരു പോളിമർ ഉണ്ടാവുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കും പോളിമറൈസേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു. അടുത്തത് ഹൈഡ്രജനേഷൻ ആണ് അല്ലെ. ഹൈഡ്രജനേഷൻ നമ്മൾ പറഞ്ഞു ഡബിൾ ബോണ്ടിലേക്കോ ട്രിപ്പിൾ ബോണ്ടിലേക്കോ പ്ലാറ്റിനം, പല്ലേഡിയം അങ്ങനെയുള്ള മെറ്റൽസിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. നോർമലി വനസ്പതി മാർജറിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അടുത്ത ക്രാക്കിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് ഹൈഡ്രോ കാർബൺസിനെ ഹീറ്റ് ഉപയോഗിച്ചിട്ടോ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടോ ചെറിയ ഹൈഡ്രോ കാർബണുകളാക്കി മുറിക്കുന്നു. അതായത് ഒരു 50 കാർബണുള്ള ഹൈഡ്രോ കാർബണിനെ 10-15 കാർബണുള്ള ഹൈഡ്രോ കാർബണുകളാക്കി മുറിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്രാക്കിംഗ് എന്ന് പറയാ. ക്രാക്കിംഗ്. അടുത്തത് ഐസോമറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിനെ അതിന്റെ ഒരു ഐസോമർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു മോളിക്യൂളിനെ അതിന്റെ ഐസോമർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഐസോമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഐസോമേഴ്സ് എന്ന് പറയുമ്പം അവർക്ക് സെയിം മോളിക്യുലാർ ഫോർമുല ആയിരിക്കും, പക്ഷെ അവരുടെ കെമിക്കൽ കോമ്പോസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ
ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഐസോമേഴ്സ് ആയിട്ട് കാണാം. ഇത് ആൽക്കഹോൾ ആണ്, ഈ ആൽക്കഹോൾ ആണ്. ഇതൊരു ഈത്തർ ആണ്, ഇതൊരു ഈത്തർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ 2 കാർബൺ C2. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഉം 3 3 2 5 1 6 H6O. ഇവിടെ നോക്കിയാലോ, ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണല്ലോ, ഇവിടെ O ആണുള്ളത്. പക്ഷെ നമ്മൾ ഇതിന്റെ കെമിക്കൽ ഫോർമുല എഴുതുമ്പോഴോ C2 2 കാർബൺ H6O. രണ്ടും 2 ആൾക്കാരാണ് അല്ലെ, ഒരാൾ ആൽക്കഹോൾ ആണ്, മറ്റേയാൾ ഈത്തർ ആണ്. പക്ഷെ രണ്ടിന്റെയും കെമിക്കൽ ഫോർമുല വന്നിട്ട് സെയിം ആണ്. ഒരാൾ ആൽക്കഹോൾ ആണ്, മറ്റേത് ഈത്തർ ആണ്. പക്ഷെ രണ്ടിന്റെയും കെമിക്കൽ ഫോർമുല വന്നിട്ട് സെയിം ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയാം. അപ്പൊ ഒരാളെ ഇതിന്റെ ഐസോമർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോമറൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: the characteristic foul smell of rotten fish is due to the presence of rotten fish. അല്ലെ, rotten fish എന്ന് പറയുമ്പോൾ നമ്മൾ ചീത്തയായ മീൻ, കെട്ടുപോയ മീൻ എന്നൊക്കെ പറയും. ആ ചീത്തയായ മീനിന്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള സ്മെല്ല്, ചീത്തയായ ഫിഷിനുള്ള ആ ക്യാരക്ടറിസ്റ്റിക് സ്മെല്ല് എന്ന് പറയുന്നത് എന്തിന്റെ പ്രസൻസ് കൊണ്ടാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അമീൻസ് ആണോ, ഈതേഴ്സ് ആണോ, ആൽക്കഹോൾസ് ആണോ, കീറ്റോൺസ് ആണോ? ഓക്കെ, ഫിഷിന്റെ റോട്ടൺ സ്മെല്ല് അമീനുകളുടെ പ്രസൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഫിഷിന്റെ റോട്ടൺ സ്മെല്ല് അമീൻസിന്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ കുറച്ച് ഇങ്ങനത്തെ സ്മെല്ലുകൾ, ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്മെല്ലുകൾ, അതിന്റെ കാരണവും പഠിക്കാം. നമ്മുടെ റോട്ടൺ എഗ്സ്, ചീഞ്ഞ മുട്ടയുടെ സ്മെല്ല് H2S അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഗ്യാസിന്റെ പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, റോട്ടൺ എഗ്സിന്റെ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഗ്യാസിന്റെ പ്രസൻസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അടുത്തൊരു പഞ്ചന്റ് സ്മെല്ല് അമോണിയയുടെ പ്രസൻസ് ആണ്. അമോണിയ NH3 എന്ന് പറയുന്ന അമോണിയയുടെ പ്രസൻസ് കൊണ്ടാണ് പഞ്ചന്റ് സ്മെല്ല് ഉണ്ടാവുന്നത്. അടുത്ത ഫിഷി ഓർഡർ എന്ന് പറയുന്നത് ട്രൈമീഥൈൽ അമീന്റെ TMA അല്ലെങ്കിൽ ട്രൈമീഥൈൽ അമീനിന്റെ പ്രസൻസ് കൊണ്ടാണ് റോട്ടൺ ഫിഷിന് ആ സ്മെല്ല് ഉണ്ടാവുന്നത്. ഈ 3 സ്മെല്ലും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് തന്നെ ഹൈഡ്രജൻ സൾഫൈഡ്, റോട്ടൺ എക്സിന്റെ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. സോ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ഓവറോൾ റിവിഷൻ ആണ് നമ്മൾ നടത്തിയത്. നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് പ്രൊവൈഡ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എക്സാം ഉടനെ ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും നല്ലോണം പഠിക്കുക. ഹാപ്പി ലേണിംഗ്. ബൈ.